നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. മലബാർ അടുക്കളയുടെ നേതൃത്വത്തിൽ ഇരവിപുരം കാരുണ്യതീരം ബാലഭവനിലും കാസാമിയ വയോജന കേന്ദ്രത്തിലും ഭക്ഷണ വിതരണം നടത്തി. ഭൂമിയിലെ ആരും വിശപ്പോടെ ഉറങ്ങരുത് എന്ന ലക്ഷ്യത്തോടെ മലബാർ അടുക്കളയുടെ നേതൃത്വത്തിൽ ജനുവരി 30, 31 തീയതികളിൽ സംഘടിപ്പിച്ച ഒരു നേരത്തെ ആഹാരം എന്ന മനുഷ്യസ്നേഹപരമായ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തി. മലബാർ അടുക്കള ചീഫ് കോർഡിനേറ്റർ നെജു കബീറിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കോർഡിനേറ്റർമാരായ ഷാഹിദ ലിയാഖത്ത്, മീന സോമരാജ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീകല ഷാജി, ഹെലൻ ബെർണാഡ്, സുനീതി പ്രസാദ്, അംഗങ്ങളായ നഫീസത്ത്, ഷഫീന എന്നിവരാണ് ഭക്ഷണ വിതരണം നിർവഹിച്ചത്. ഇരവിപുരം കാസാമിയ ഓൾഡ് ഏജ് ഹോം അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും കാരുണ്യതീരം ബാലഭവൻ അന്തേവാസികൾക്ക് മധുര പലഹാരങ്ങളോടുകൂടിയ സായാഹ്ന വിരുന്നും അത്താഴവും സംഘടിപ്പിച്ചു. എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലെ വിവിധ ചാപ്റ്ററുകൾ നേതൃത്വം നൽകി. ചെന്നൈ, മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങളിലും ഗൾഫ് രാജ്യങ്ങളായ UAE, ജിദ്ദ, ബഹ്റിൻ എന്നിവിടങ്ങളിലും പ്രത്യേകിച്ച് ഒട്ടകത്തെ മേയ്ക്കുന്നവർക്കും ലേബർ ക്യാമ്പുകളിലും ഭക്ഷണം വിതരണം ചെയ്തു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും മലബാർ അടുക്കളയ്ക്ക് സജീവ അംഗങ്ങളുണ്ട്. പട്ടിണിക്കെതിരായ പോരാട്ടത്തിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമായാണ് ഒരു നേരത്തെ ആഹാരം പദ്ധതി നടപ്പാക്കുന്നതെന്ന് മലബാർ അടുക്കള ചെയർമാൻ മുഹമ്മദ് അലി ചക്കോത്ത് പറഞ്ഞു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ, മാനസികാരോഗ്യ സ്ഥാപനങ്ങൾ, വൃദ്ധസദനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, ചിൽഡ്രൻസ് ഹോമുകൾ, തെരുവോര മനുഷ്യർ തുടങ്ങി സേവനം ഏറ്റവും ആവശ്യമുള്ള മേഖലകളിലാണ് പ്രധാനമായും ഭക്ഷണ വിതരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കൊല്ലം. നമ്മൾ വിചാരിക്കുക നമ്മളിങ്ങനെ വൃദ്ധരായി വൃദ്ധസദനം അങ്ങനെ വിചാരിക്കരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിരിക്കുക അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ വീട് കാസാമിയ മീൻസ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീട്ടിലാണ് ഞാനെന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ സന്തോഷമായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്: ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അപ്പം നമ്മളെല്ലാവരും ഞങ്ങളും വാർദ്ധക്യത്തിലോട്ട് എത്തിയവരാണ്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കളർ ചെയ്ത് നല്ല സാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുന്നതുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ട് തോന്നുന്നത്. ശരിക്കും ഞങ്ങൾ നിങ്ങളുടെയൊക്കെ പ്രായക്കാരാണ്. അപ്പം നമ്മളെ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലഘട്ടമാണെന്നേ വിചാരിക്കാവൂ. കാരണം നമ്മളിങ്ങനെ കുറേ ഭാരമൊക്കെ ചുമന്ന് മക്കളെ വളർത്തി, പിന്നെ കൊച്ചുമക്കളെ വളർത്തി, ഭർത്താവിനെ നോക്കി, നമ്മുടെ അമ്മയും അച്ഛനെയും നോക്കി നമ്മുടെ ഒരു വലിയ എന്താ പറയാ ഒരു വലിയ ചുമടായിരുന്നു നമ്മൾ ഇത്ര നാൾ ചുമന്നിരുന്നത്, അല്ലേ? അപ്പം നമ്മൾ അതൊക്കെ ഈ ഒരു വലിയ ചുമടും കൊണ്ടൊരു വലിയ ഈ വർഷം 2005 ഓഗസ്റ്റ് 5 ആകുമ്പോഴത്തേക്ക് ജൂബിലിയാണ്. 25 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾഡ് ഏജ് ഹോം തുടങ്ങി. അതിനുശേഷം ബോയ്സ് ആയിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാം വളർന്നുകൊണ്ടേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ബോയ്സിൻ്റെ കോഴ്സ് ചെയ്തിട്ട് ഓൾഡ് ഏജ് ഹോം തുടങ്ങി. 2018 10 വർഷമായി ഓൾഡ് ഏജ് ഹോം. ഒത്തിരി മക്കൾ വളർന്നു, പഠിച്ചു, ജോലിയായി.